ഒരു പഴമയുടെ തോരനാണ് കേട്ടോ. എത്ര പേരിങ്ങനെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കഴിക്കാത്ത ആളുകൾ ചുരുക്കമായിരിക്കും അല്ലേ. എന്തായാലും നമ്മളെല്ലാവരും കഴിക്കുന്നതല്ലേ കപ്പത്തൊലിയും പയറും വെച്ചിട്ട് തോരന്. കഴിക്കാത്തവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കപ്പത്തൊലിയാട്ടോ. കപ്പയുടെ ആദ്യത്തെ തൊലി കളഞ്ഞിട്ട് രണ്ടാമത്തെ തൊലിയാട്ടോ. നമ്മൾ ആദ്യമേ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണേ. അതിനുശേഷം അത് 2 ദിവസം നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ആ കപ്പയുടെ കട്ടയ്ക്ക് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആട്ടോ നമ്മളിത് തോരൻ വെക്കുന്നത്. നമുക്കെങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്നൊന്ന് കാണാവേ. ഒരു പാനൊന്ന് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ ചേർക്കുന്നത്. ഇനി അതിലേക്ക് കടുകും കൂടി ഇട്ടിട്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്തിന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പത്തൊലി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇനി ഈ സമയം ഇതിലേക്ക് ഒരു അരപ്പ് വേണം. ആ അരപ്പും തയ്യാറാക്കാം. ഒരു ആവശ്യത്തിന് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ഒരു പച്ചമുളകും ചെറിയ ജീരകവും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാവേ. നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന കപ്പത്തൊലിയും തുറന്ന് നോക്കാവേ. ഇത്ര നേരത്തെ വേവ് തന്നെ മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പയറിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. കപ്പത്തൊലിയിലും പയറിലും ഞാൻ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ടില്ലായേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ തേങ്ങ ഒതുക്കി വെച്ചിട്ടില്ലേ, ആ തേങ്ങ ഒതുക്കിയും കൂടെ ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. അതിനുശേഷം നമുക്ക് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഒരടപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെക്കണം കേട്ടോ. തീ ഒന്ന് കുറച്ചിട്ടിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ കഴിക്കാവുന്ന തരത്തിൽ നമ്മുടെ കപ്പത്തൊലിയും പയറും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പനിയുള്ള സമയത്തൊക്കെ ഇതുപോലത്തെ കഞ്ഞിയും പയറുതോരനൊക്കെ കഴിക്കാൻ എന്നാ ടേസ്റ്റാല്ലേ. അപ്പോൾ അതേ ഒരു സിറ്റുവേഷനിലാണ് ഞാനിവിടെ. കൊച്ചിന് നല്ല പനി ആയതുകൊണ്ട് അന്ന് അവൾക്ക് കുറച്ച് കഞ്ഞിയും പയറുതോരനും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് തന്നെ കേട്ടോ ഞാനിപ്പോൾ ഇതുണ്ടാക്കിയത്. കൊച്ചിനായതുകൊണ്ട് തന്നെ ഒരുപാട് കഞ്ഞിവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടില്ല കേട്ടോ. പനിയുള്ളപ്പോഴും കഫക്കെട്ടൊക്കെ ഉള്ളപ്പോഴും കഞ്ഞിവെള്ളം അത്ര നല്ലതല്ലല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ.